ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാന പദവി പാർലമെന്റിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ബിജെപി വാഗ്ദാനം പാലിക്കുമെന്നും നരേന്ദ്രമോദി കശ്മീരിൽ പ്രചരണ റാലിയിൽ പറഞ്ഞു. बीजेपी जो कहती है वो 100% पूरा करती है. हमने देश की संसद में कहा है कि जम्मू कश्मीर फिर से स्टेट बनेगा और बीजेपी ही इस कमिटमेंट को पूरा करेगी. കുടുംബാധിപത്യ ഭരണങ്ങൾക്ക് കശ്മീർ നൽകിയത് ഭയവും അരാജകത്വമെന്ന് വിമർശിച്ച പ്രധാനമന്ത്രി കശ്മീരിന്റെ കാര്യത്തിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന്റെയും പാകിസ്ഥാന്റെയും അജണ്ട ഒന്നാണെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. പാക് പ്രതിരോധ മന്ത്രിയുടെ പരാമർശം കശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വാക്പോരിന് വഴിവെച്ചിരിക്കുകയാണ്. താൻ പാകിസ്ഥാനി അല്ലെന്നും ഇന്ത്യൻ പൌരനാണെന്നുമാണ് ഇത് സംബന്ധിച്ച ചോദ്യത്തോട് ഫാറൂഖ് അബ്ദുള്ളയുടെ പ്രതികരണം. जम्मू कश्मीर में पाकिस्तान के एजेंडा को लागू नहीं होने देंगे. दुनिया की कोई ताकत जम्मू कश्मीर में आर्टिकल 370 की वापसी नहीं करा सकती. आप घबराते क्यों हैं? हम लोग सारा गठबंधन जो है अपोजिशन का, हम लेके रहेंगे स्टेटहुड. ये याद रखिएगा. इनका वादा भी है कि हम स्टेटहुड देंगे. अब मुझे ये बताइए, वादा था प्रधानमंत्री का 50,000 नौकरियां, कहाँ है वो? जरा इसका जवाब देना. फिर ये बताएं, जो 15 लाख हर एक के जेब में आने वाला था वो कहाँ गया? वो भी जुमला था ना. किस बात का आप एतबार करते हैं? ये सिर्फ कुर्सी चाहते हैं और कुछ नहीं. कुर्सी के बगैर कुछ भी नहीं. करेगी. हम लोग हम दोनों ही नहीं, बल्कि मैं समझता हूँ सारा गठबंधन जो है दिल्ली में इसके खिलाफ बात करेगा, क्योंकि ये फेडरल स्ट्रक्चर है. फिर फेडरल स्ट्रक्चर रहेगा ही नहीं. कितना डेमोक्रेसी के लिए ये देखिए, मैं आपको बताऊं, हिंदुस्तान यूनिटी इन डाइवर्सिटी है, अनेकता में एकता. വി ആർ കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. കാർത്തിക്, ഇങ്ങനെ വാക്പോരിലെ കാര്യങ്ങൾ പോവുകയാണ്. പ്രധാനമന്ത്രിയും ഒപ്പം അമിത്ഷായും നടത്തുന്ന പരാമർശങ്ങൾക്ക് മറുപടി നൽകാൻ മത്സരം നടക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എങ്ങനെയാണ് കശ്മീരിലെ തെരഞ്ഞെടുപ്പ് രംഗം സജീവമാകുന്നത്? രഞ്ജിത്ത്, കശ്മീരിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ 61% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് കശ്മീർ. സെപ്റ്റംബർ 25-നാണ് രണ്ടാം ഘട്ടം. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ കശ്മീരിലെ പ്രചരണ രംഗത്ത് വീറും വാശിയും ശക്തമാവുകയാണ്. ഇന്ന് പ്രധാനമന്ത്രി കശ്മീരിൽ 2 റാലികളിലാണ് സംസാരിച്ചത്, ശ്രീനഗറിലും കത്രയിലും. ഈ 2 റാലികളിലും ഭരണഘടനയുടെ 370-ാം അനുച്ഛേദം എടുത്തു കളഞ്ഞതും അതോടൊപ്പം തന്നെ കുടുംബാധിപത്യ ഭരണം അടക്കമുള്ള വിമർശനങ്ങളാണ്. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ എന്നതാണ് ഏറെ ശ്രദ്ധേയം. മറ്റൊന്ന്, രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പാക് പ്രതിരോധ മന്ത്രി ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളും ചർച്ചാ വിഷയമാകുകയാണ് എന്നതാണ് ശ്രദ്ധേയം. അതിൽ ഊന്നിക്കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസും ബിജെപിയും പരസ്പരം വാക്പോരിൽ ഏർപ്പെടുന്നത് എന്നതാണ് കശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ രണ്ടാം ഘട്ടത്തിൽ സജീവമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞത് ഭരണഘടനയുടെ 370-ാം അനുച്ഛേദം പുനഃസ്ഥാപിക്കണമെന്നും നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും തങ്ങളുടെ നിലപാട് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് അലയൻസിന്റെ നിലപാടുകളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഈ വാക്കുകളാണ് ഇപ്പോൾ ബിജെപി ആയുധമാക്കുന്നത്. പാക് പ്രതിരോധ മന്ത്രിയുടെ പരാമർശം പുറത്തു വന്നതോടുകൂടി ബിജെപി നേതാക്കൾ കോൺഗ്രസിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. പ്രധാനമായും അമിത്ഷായുടെ ട്വീറ്റായിരുന്നു ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെയും അജണ്ട ഒന്നാണെന്നും ഇരുവരും തമ്മിലുള്ള ബന്ധം നേരത്തെ പല ഘട്ടങ്ങളിലായി എയർ സ്ട്രൈക്ക്, സർജിക്കൽ സ്ട്രൈക്ക് അടക്കമുള്ള ഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ അതിന്റെ വിശദാംശങ്ങളടക്കം ആവശ്യപ്പെട്ടിരുന്നു. അതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അമിത്ഷായുടെ ട്വീറ്റ് പുറത്തു വന്നത്. അതായത് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് പാകിസ്ഥാന്റെ അജണ്ടയാണ് എന്നായിരുന്നു പ്രധാനമായും അമിത്ഷാ ഉയർത്തിയ വിമർശനം. ഏതായാലും ഈ വിമർശനങ്ങൾക്ക് നാഷണൽ കോൺഫറൻസിന്റെ ജമ്മു കശ്മീർ പ്രസിഡന്റ് ഫറൂഖ് അബ്ദുള്ള അടക്കം അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകുന്നു. തങ്ങൾ ഇന്ത്യക്കാരാണെന്നും കശ്മീരിലെ വിഷയങ്ങളിൽ പാകിസ്ഥാന് ഇടപെടാൻ ഒരു കാര്യവുമില്ലെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ് നാഷണൽ കോൺഫറൻസ് ഈ വിമർശനങ്ങളെ പ്രതിരോധിക്കുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ പ്രത്യേകിച്ച് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ജനപങ്കാളിത്തം പോളിംഗ് ഉയർന്നതോടുകൂടി
കൂടുതൽ ആക്രമണവും പ്രത്യാക്രമണവും ശക്തമാക്കുകയാണ് കോൺഗ്രസും നാഷണൽ കോൺഫറൻസും അതോടൊപ്പം തന്നെ എതിർവശത്ത് നിന്ന് BJPയും. രഞ്ജിത്ത്.